ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം: എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ നിങ്ങൾ വഹിക്കേണ്ടി വരും. നിങ്ങൾ എവിടെ ഒളിഞ്ഞിരുന്നാലും നിങ്ങളുടെ പാപം നിങ്ങളെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. പുതിയ നിയമത്തിൽ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു: ആസ് യു സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. വിതച്ചാൽ അതുതന്നെ കൊയ്യും, വിതച്ചാൽ അതിലേറെ കൊയ്യും, വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. സഹോദരങ്ങളെ, പാപം അതിഭയാനകമാണ്. പാപം ഘോരതരമായ ദുരിതങ്ങൾ മനുഷ്യ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. ആദ്യം രസമാണ്, സുഖമാണ്, മധുരമാണ്. എന്നാൽ പാപം നമ്മെ പാമ്പിനെ പോലെ കൊത്തുന്നതാണ്. പാപം നമ്മെ നശിപ്പിക്കുന്നതാണ്. ഇഹത്തിലും ദുരിതം, പരത്തിലും ദുരിതം. ഇവിടെ ഈ ഐഹിക ജീവിതകാലത്ത് ദുഃഖവും ദുരിതവും അസന്തുഷ്ടിയും അസമാധാനവും മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയതിന് ശേഷം നിത്യദണ്ഡനവും നിത്യ നരക ദുരിതവും നിത്യയാതനയുടെ തീപ്പൊയ്കയും. പാപം ഭയാനകമാണ്. തിരുവചനം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. യാക്കോബ് ശ്ലീഹ പറയുന്നു 1-ാമത്തെ അധ്യായത്തിൽ, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നു: മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. മോഹത്തിൽ നിന്ന് പാപം, പാപം മൂലം ആന്തരികമായ മരണം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി പാപം ക്ഷമിക്കപ്പെട്ട് കിട്ടുക എന്നുള്ളതാണ്. പാപത്തിൻ്റെ സകലവിധമായ ബാധകളും മാറുക, അതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം. പാപത്തിൻ്റെ തിക്തക ഫലങ്ങൾ, കൈപ്പുറ്റ ഫലങ്ങൾ നമ്മെ കീഴടക്കുന്നതിന് മുൻപ് പാപത്തെ നാം കണ്ടെത്തി നമ്മിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നമുക്ക് സാധിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം. ഇഹത്തിലും പരത്തിലും സമാധാനം വേണമെങ്കിൽ, ഇഹത്തിലും പരത്തിലും ശാന്തി വേണമെങ്കിൽ, നിത്യമായ സ്വസ്ഥത അനുഭവിക്കുവാനുള്ള അവകാശം ഇവിടെ വെച്ച് തന്നെ പ്രാപിക്കണമെങ്കിൽ പാപത്തിൽ നിന്നുള്ള വിമോചനം പ്രാപിച്ചിരിക്കണം. മനുഷ്യനെ എക്കാലത്തും ഗ്രസിച്ചിരിക്കുന്ന ഒരു മഹാവിപത്താണ് പാപം. ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച പാപം, ആദ്യ മനുഷ്യനെ കീഴടക്കിയ പാപം, ആദ്യ മനുഷ്യനെ വഞ്ചിക്കാൻ സാത്താൻ ഉപയോഗിച്ചതായ പാപം, അതിന്നും മനുഷ്യജാതിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നു, 7-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം: എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. വേട്ടയാടുകയാണ് മനുഷ്യനെ. പാപം പിറകെ വരികയാണ്. ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചാലും പാപം വിടാതെ പിറകെ വരുന്നു. പാപം മനുഷ്യനെ ആക്രമിക്കുന്നു. പാപം മനുഷ്യനെ ദുരിതത്തിലേക്ക് നയിക്കുന്നു. പാപം മനുഷ്യനെ മുടിച്ചു കളയുന്നു. പാപം മനുഷ്യനെ നശിപ്പിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പാപം മനുഷ്യനെ വേട്ടയാടുന്നു. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായും നിൻ്റെ പാപം നിന്നെ കണ്ടെത്തും. നിങ്ങളുടെ പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ആസ് യു സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് കൊയ്യും, വിതച്ചാൽ അത് തന്നെ കൊയ്യും, വിതച്ചാൽ അത് ഏറെ കൊയ്യും, വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. സഹോദരങ്ങളെ, നമുക്ക് ബുദ്ധിയുണ്ട്,
ദൈവം നമുക്ക് തിരിച്ചറിവ് തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് സുബോധം തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, നമുക്ക് അനേകം കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുവാനുള്ള ഇച്ഛാശക്തി ദൈവം തന്നിട്ടുണ്ട്, കാര്യകാരണ വിവേചന ശക്തി, റീസണിങ് കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ഈ അനുഗ്രഹീതമായ സിദ്ധികൾ കൊണ്ട് തെറ്റേത് ശരിയേതായും തിരിച്ചറിഞ്ഞ് ശരിയെ മുറുകെ പിടിക്കുകയും തെറ്റിനെ തീരെ മാറ്റുകയും ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ഒരു കാരണവശാലും ജീവിതത്തിൽ തെറ്റുപറ്റുകയില്ല എന്നുള്ളൊരു തീരുമാനം നമുക്കെടുക്കാൻ സാധിക്കുകയും ആ തീരുമാനത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്നതൊരു ഭാഗ്യമാണ്. അതാണ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യന് തരുന്ന ഏറ്റവും വലിയ കൃപ. അശുദ്ധിയെ അശുദ്ധിയായി കാണുവാനും തിന്മയെ തിന്മയായി കാണുവാനും സകല തിന്മയെയും ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുവാനും പാപമില്ലാത്ത ജീവിതത്തിൻ്റെ സംശുദ്ധി, സന്തോഷം, സമാധാനം അനുഭവിക്കുവാനും ദൈവം മനുഷ്യന് ഭാഗ്യം നൽകുന്നു. അതാണ് കർത്താവായ യേശുക്രിസ്തു ഗോകുൽത്തായിലെ കുരിശിൽ നേടിത്തന്ന സ്വർഗമഹാ സൗഭാഗ്യം. യേശുക്രിസ്തു കുരിശിൽ നേടിത്തന്നത് പാപത്തിൻ്റെ മേലുള്ള വിജയമാണ്. പാപത്തിൻ്റെ മേലുള്ള ആ വിജയം കർത്താവ് നേടിത്തന്നുകൊണ്ട് പാപമില്ലാത്ത ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിലേക്ക് സകല മനുഷ്യരെയും നയിക്കുവാനാണ് കർത്താവ് ക്രൂശിൽ കിടന്ന് നിലവിളിച്ചത്, എനിക്ക് ദാഹിക്കുന്നു എന്ന്. മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹം, പാപിയായ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ദാഹം, അശുദ്ധനായ മനുഷ്യനെ വിശുദ്ധനാക്കാനുള്ള ദൈവസ്നേഹത്തിൻ്റെ അദമ്യമായ ദാഹം, അതാണ് ക്രൂശിൽ നാം കാണുന്നത്. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പാപം നമ്മെ കണ്ടെത്തുന്നതിന് മുൻപ് നാം പാപത്തെ കണ്ടെത്തി ഉപേക്ഷിച്ചാൽ നാം ഭാഗ്യശാലികളായിരിക്കും. ഏതെല്ലാം വിധത്തിലാണ് പാപം നമ്മെ കണ്ടെത്തുന്നത്? പാപം നമ്മെ കണ്ടെത്തുകയും നമ്മെ ശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്യുന്നത് ഏതെല്ലാം പ്രകാരത്തിലാണ്? ഒന്ന്, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. നാം ചെയ്യുന്ന തെറ്റിന് മനുഷ്യൻ തന്നെ ശിക്ഷ തരുമെന്നർത്ഥം. ഈ ലോകത്ത് സംസ്കാരം വളർന്നു, പരിഷ്കാരം ഉയർന്നു, മനീഷ ഉന്മിഷത്തായി, മനുഷ്യ ചേതന ചലനാത്മകമായി മനുഷ്യൻ വളർന്നു. മനുഷ്യൻ പല പല നിയമങ്ങൾ നിർമ്മിക്കുകയും ആ നിയമങ്ങൾ അനുശാസിക്കുകയും ചെയ്തു. മനുഷ്യ സംസ്കാരത്തിൻ്റെ ചരിത്രം അതാണ്. മനുഷ്യനെ തന്നെ നിയന്ത്രിക്കുവാനുള്ള ചട്ടങ്ങളും ചിട്ടകളും അവൻ ക്രമീകരിച്ചുണ്ടാക്കി. നിയമനിർമ്മാണങ്ങൾ, പീനൽ കോഡുകൾ, ശിക്ഷാ വ്യവസ്ഥിതികൾ, അഴിമതി നിർമ്മാർജ്ജന വകുപ്പുകൾ, പ്രിയപ്പെട്ടവരെ, ക്രൈം ബ്രാഞ്ചുകൾ, അനേകം തെറ്റുകൾ ജീവിതത്തിൽ വരുന്ന ഓരോരുത്തരുടെയും മേലുള്ള മനുഷ്യൻ നൽകുന്ന ശിക്ഷയുടെ വ്യക്തമായ ചിത്രങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നാം കാണുന്ന ശിക്ഷാ വ്യവസ്ഥിതികൾ. ഒരാൾ മോഷ്ടിച്ചാൽ ആ മോഷ്ടാവിനെ മനുഷ്യൻ തന്നെ പിടികൂടിയെന്ന് വരും. അവൻ തന്നെ ഉപദ്രവിക്കുകയോ അടിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തു എന്ന് വരും. അല്ല, ഒരാൾ വേറൊരാൾ ഉപദ്രവിച്ചാൽ ആ ആളും കയ്യും കെട്ടി നിന്നു എന്ന് വരികയില്ല, തിരിച്ചടിച്ചു എന്ന് വരും. മനുഷ്യ സഹജമാണത്. മനുഷ്യൻ തന്നെ പാപത്തിന് ശിക്ഷ തരുന്നു. ഞാൻ പത്രത്തിൽ വായിച്ചു, നിങ്ങളും വായിച്ചു കാണും. ബസ് സ്റ്റാൻഡിൽ കൂടെ യാത്രക്കാരുടെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് തട്ടിയെടുക്കുന്നൊരു മനുഷ്യൻ പലപ്പോഴും പണം ധാരാളം അപഹരിച്ചു. അയാൾ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ്. അയാളെ പിടികൂടാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ ഒരവസരം ബസ് സ്റ്റാൻഡിൽ ഇവൻ ഒരാളുടെ പേഴ്സ് എടുക്കുമ്പോൾ ചാടിപ്പിടിച്ചു. അവൻ്റെ കയ്യിൽ അവൻ പിടിക്കപ്പെട്ടു. ഉടനെ പോക്കറ്റടി എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ വിളിച്ചു. ആളുകൾ ഓടിക്കൂടി. ആ പോക്കറ്റടിക്കാരൻ ഇത്രയും കാലം ധാരാളം മോഷ്ടിച്ചെടുത്തു. പക്ഷെ അന്ന് അവൻ തല്ലുകൊണ്ടു എന്ന് മാത്രമല്ല, അവൻ തീർത്തും അവശനായി അവിടെ റോഡരികിൽ കിടന്നു എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. വളരെ അവശനായി, വളരെ വിവശനായി, എണീറ്റ് നടക്കാൻ വയ്യാത്തവനായി, ആളുകൾ തല്ലും കൊണ്ട് അവൻ റോഡരികിൽ കിടന്നു. കാണുന്നവർ അവനെ ഉപദ്രവിച്ചു. പലരും രൂപ നഷ്ടപ്പെട്ടവരും അല്ല രൂപ നഷ്ടപ്പെടാത്തവരും ഈ തെറ്റുകാരനെ അവർ പിടികൂടുകയും ഉപദ്രവിക്കുകയും ചെയ്തു. മനുഷ്യൻ
മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ മനുഷ്യൻ തന്നെ നൽകുകയാണ്. വേറൊരിക്കൽ പത്രത്തിൽ കണ്ടു, ഒരു കോൺവെന്റിൽ കള്ളൻ മതിൽ ചാടി അകത്ത് കടന്നു എന്ന്. കള്ളൻ മതിൽ ചാടി അകത്ത് കടന്നു. അവിടെ കോൺവെന്റിൽ പണം അപഹരിക്കാനോ മറ്റെന്തോ നീചമായ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം അകത്ത് കടന്നു. എന്തുണ്ടായി? അവിടെയുള്ള നായ്ക്കൾ അവനെ കടിച്ചു കീറി അവിടെ മുറ്റത്ത് കൊന്നിട്ടു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ തന്നെ തെറ്റിനെ ഒഴിവാക്കാനുള്ള ശിക്ഷാ മാർഗങ്ങളും ശിക്ഷാ വ്യവസ്ഥിതികളും ചട്ടങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് മാനുഷിക നിയമങ്ങൾ തന്നെയാണ്. എന്നാൽ മനുഷ്യൻ നിയമം കയ്യിലെടുക്കരുത് എന്നാണ് സംസ്കാരമുള്ള മനുഷ്യൻ ചിന്തിക്കുന്നത്. അതിന് നിയമം കയ്യിലെടുക്കാൻ അവകാശവും അധികാരവുമുള്ള ഔദ്യോഗിക പദവികളുള്ള ആളുകളുണ്ട്. ക്രൈം ബ്രാഞ്ചുകൾ, ശിക്ഷാ വ്യവസ്ഥിതികളുള്ള അഴിമതി നിരോധന വകുപ്പുകൾ, എന്തെന്നെല്ലാം മാനുഷികമായ നിയമനിർമ്മാണ രംഗങ്ങൾ, കോടതികൾ, പോലീസ് വകുപ്പുകൾ എന്തെല്ലാം ഉണ്ട്. അതെല്ലാം തെറ്റിനെ ചെറുക്കാനും തെറ്റിനെ ഒഴിവാക്കാനും മനുഷ്യൻ തിന്മ ചെയ്യാതെ മനുഷ്യനെ തടുക്കുവാനും തിന്മ ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കുവാനുമുള്ള മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ വ്യവസ്ഥിതികളാണ്. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. ഇന്ന് മനുഷ്യൻ പലരും തെറ്റ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തെ ഭയന്നിട്ടൊന്നുമല്ല, ദൈവം ഉണ്ട് എന്ന് ചിന്തിച്ചിട്ടുമല്ല. മനുഷ്യരറിയുമല്ലോ, മനുഷ്യൻ കാണുമല്ലോ, അയ്യോ മറ്റുള്ളവരറിയുമല്ലോ, അത് മോശമല്ലേ, അതെനിക്ക് വിലയിടിവല്ലേ, എനിക്ക് അതൊരു തരം താണ ഒരു അനുഭവമായി പോവുകയില്ലേ, എനിക്ക് അപമാനമല്ലേ, എനിക്ക് ആക്ഷേപകരമല്ലേ, വേണ്ട, തെറ്റ് ചെയ്യണ്ട. അങ്ങനെയാണ് പലരും തെറ്റിൽ നിന്ന് മാറുന്നത്. അങ്ങനെയാണെങ്കിലും മാറുന്നത് നല്ലതാണ്, തെറ്റ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ മനുഷ്യൻ്റെ തെറ്റിന് ശിക്ഷ നിയമിച്ചിട്ടുണ്ട്, മാനുഷിക നിയമങ്ങളുണ്ട്. ഒരാളൊരു കൊലപാതകം ചെയ്യുന്നെന്നിരിക്കട്ടെ, കൊലപാതകി തൽക്കാലം അറിയപ്പെട്ടില്ലെന്ന് വരും, തൽക്കാലം പിടികൂടിയില്ലെന്ന് വരും, അവനെ തൽക്കാലം പോലീസ് കണ്ടുപിടിച്ചില്ലെന്ന് വരും, അവൻ നാട്ടിൽ മാന്യനെ പോലെ നടന്നു എന്ന് വരും, അവൻ വീണ്ടും നാട്ടിൽ പല പൊതുരംഗങ്ങളിലും അവൻ ഉന്നതനെ പോലെ തിളങ്ങിയെന്ന് വരും. പക്ഷേ ഇതാ നിയമം അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും, നിയമം പിന്നാലെ നിന്നുകൊണ്ടിരിക്കും. നാളുകൾ കഴിഞ്ഞാലും നിയമത്തിൻ്റെ കുരുക്ക് മാറുന്നില്ല. അവൻ്റെ ഉള്ളിൽ ചഞ്ചലിപ്പുണ്ട്, പിടിക്കപ്പെടുമോ എന്ന ഭീതിയുണ്ട്. നമുക്കറിയരുതോ, പത്രങ്ങളിൽ നാം കാണുന്നില്ലേ, വർഷങ്ങൾ കഴിഞ്ഞ് കൊലപാതക ചുരുളുകൾ അഴിയുന്നു, വർഷങ്ങൾ കഴിഞ്ഞ് കൊലപാതകത്തിൻ്റെ ഭയാനകമായ സംഭവങ്ങൾ മനുഷ്യന് വെളിവാകുന്നു. സാധാരണ മരണമാണെന്ന് വിചാരിച്ചിരുന്ന ചിലത് കൊലപാതകമാണെന്ന് തെളിയുന്നു. മാത്രമല്ല, സംസ്കരിച്ചിരുന്ന ആ ശവത്തെ പുറത്തെടുത്ത് അതിനെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. പലതും മറഞ്ഞിരുന്നത് തെളിയുന്നു. മനുഷ്യൻ്റെ തെറ്റ് കണ്ടുപിടിക്കുന്നു, കുറ്റവാളിയെ ശിക്ഷിക്കുന്നു. മനുഷ്യൻ തന്നെ സ്വന്തം മാനുഷിക നിയമങ്ങളാൽ പാപം ചെയ്യുന്നവനെ വേട്ടയാടുന്നു. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. ഭാര്യയും ഭർത്താവും വളരെ ഐക്യമായി കഴിയുകയായിരുന്നു. എന്നാൽ ഭർത്താവിനെ ആ സ്ത്രീ വഞ്ചിച്ചു. ഭർത്താവ് വഞ്ചിക്കപ്പെടുന്നു എന്ന് ആ സ്ത്രീ ചിന്തിച്ചില്ല, ആ സ്ത്രീ അതിനെക്കുറിച്ച് ഗൗനിച്ചില്ല. ഭർത്താവ് അറിയുന്നില്ല എന്ന് അവൾ വ്യാമോഹിച്ചു. അവൾ ഭർത്താവിനെ വഞ്ചിച്ചു. വളരെ ഹീനമായ, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ പാപത്തിലേക്ക് അവൾ നീങ്ങിപ്പോയി. എന്നാൽ ഏതാനും നാൾ കഴിഞ്ഞു ഭർത്താവ് അവളുടെ മഹാവലിയ വൈകൃതം, അവളുടെ മ്ലേച്ഛമായ ജീവിതം ഭർത്താവ് തിരിച്ചറിഞ്ഞു. ആ സാധു മനുഷ്യൻ ആദ്യം അമ്പരപ്പിലായി, പിന്നെ പരിഭ്രാന്തിയിലായി, പിന്നെ വിവശനായി. ഒടുവിൽ അവൻ വിചാരിച്ചു, വേണ്ട, ഇവൾ അവളുടെ ഇഷ്ടത്തിന് പോയിക്കൊള്ളട്ടെ, ഞാൻ ഏകനായി ജീവിച്ചു കൊള്ളാം. ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു. ഞാനതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് പറയുവാനല്ല, ആ സ്ത്രീ ചെയ്ത പാതകം അത് അവൾക്ക് തന്നെ വിനയായി തീർന്നു. കഠിനമായ നൈരാശ്യത്തിലായി, വലിയ ദുഃഖത്തിലായി. ആ സ്ത്രീ സങ്കടത്തോടെ പറയുകയാണ്, എനിക്ക് പറ്റിയ അബദ്ധത്തിൻ്റെ ഭയാനകത ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് സമാധാനമില്ല, എന്നെ ഞാൻ പിറന്ന വീട്ടിൽ കയറ്റുന്നില്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു, എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്വീകരിക്കുന്നില്ല, എൻ്റെ കുറ്റം ഭയാനകമായി പോയി. ഇന്ന് ഞാൻ അഗതിയെപ്പോലെ അലഞ്ഞു തിരിയുകയാണ്. വല്ല അനാഥശാലയിലോ വല്ല അഗതി മന്ദിരത്തിലോ എനിക്ക് അഭയം കിട്ടിയാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള എത്രയെത്ര സംഭവങ്ങൾ
മനുഷ്യനെ കുറെ കാലം മറയ്ക്കാം, മനുഷ്യനെ കുറെ കാലം ഒളിക്കാം. എന്നാൽ നിയമം ഇതാ പിന്നാലെ നിയമത്തിൻ്റെ കുരുക്കുകളായി പിറകെ പാഞ്ഞു വരികയും അനുധാവനം ചെയ്ത് പിടികൂടുകയും നിയമത്തിൻ്റെ ആ ഭയാനകമായ കരുത്തുറ്റ കരങ്ങളിൽ കുടുക്കുകയും ചെയ്യുന്നു. നിയമം ശിക്ഷയ്ക്ക് വിധിക്കുന്നു. മാനുഷിക നിയമങ്ങളാൽ പാപത്തിന് ശിക്ഷ വഹിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, കുറേ കാലത്തേക്ക് കുറേ പേരെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാം. എന്നാൽ എല്ലാ കാലത്തേക്കും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യമല്ല. കുറച്ചു കാലത്തേക്ക് ആളുകളെ നമുക്ക് കബളിപ്പിക്കാം, ശരിയാണ്. കുറച്ചു കാലത്തേക്ക് നമ്മുടെ തനിനിറം കാണിക്കാതെ സൂത്രവും കൗശലവും പ്രയോഗിക്കാൻ കഴിവുണ്ടെങ്കിൽ സാധിച്ചു എന്ന് വന്നേക്കാം. പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനും എല്ലാവരെയും ചതിക്കാനും എല്ലാവരെയും കബളിപ്പിക്കാനും സാധ്യമല്ല. എല്ലാ മനുഷ്യരും ആവശ്യത്തിന് ബുദ്ധിയുള്ളവരാണ്. സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക, മറക്കല്ലേ, മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിന്റെ പാപം നിന്നെ കണ്ടെത്തും. ആസ് യു സോ സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ഒന്ന്, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് ബൈ ഹ്യൂമൻ ലോസ്. മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. നാം ചെയ്യുന്ന തെറ്റിന് മനുഷ്യൻ തന്നെ നമുക്ക് ശിക്ഷ തരും. ദൈവം ശിക്ഷ തരുന്നതിന് മുൻപ്, ദൈവം ശിക്ഷ തരുന്നതിനപ്പുറം മനുഷ്യൻ തന്നെ നമ്മെ ശിക്ഷിക്കും. മാനുഷിക നിയമങ്ങൾ കുറ്റവാളിക്കെതിരായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഗൾഫ് നാടുകളിൽ ശിക്ഷാ വ്യവസ്ഥിതി കൂടുതൽ കർക്കശമാണ്. ആ നാടുകളിൽ മോഷണം ചെയ്യാൻ മനുഷ്യൻ ധൈര്യപ്പെടുന്നില്ല. മോഷ്ടാക്കളില്ലെന്നല്ല, ആ നാടുകളിൽ ബലാത്സംഗവും വ്യഭിചാരവും മനുഷ്യൻ ധൈര്യപ്പെടുന്നില്ല. പെൺകുട്ടികളെ കമൻ്റടിക്കുകയില്ല. കോളേജിലോ ഹൈസ്കൂളിലോ പോകുന്ന കുട്ടികൾ തോന്നിയാസത്തിന് മാറുകയില്ല, പോവുകയില്ല. അരുതാത്ത വാക്കുകൾ പറഞ്ഞാരെയും കളിയാക്കുകയില്ല. കളിയാക്കിയാലുള്ള ശിക്ഷയോ നിസ്സാരമല്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വഴിതെറ്റിക്കാൻ ഉദ്യമിക്കുന്നത് കണ്ടാൽ മതി, അവൻ ജയിലറയിലാണ്. നിസ്സാരമല്ല, അവൻ കടുത്ത ശിക്ഷയ്ക്ക് വിധേയനാകും. അതുകൊണ്ട് അങ്ങനെയുള്ള കർക്കശവും കഠോരവും നിഷ്ഠൂരവുമായ നിയമങ്ങളുള്ള നാടുകളിൽ കുറ്റങ്ങൾ പൊതുവെ കുറവാണ് എന്ന് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ചരിത്രം നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓർക്കുക, മാനുഷിക നിയമങ്ങളാൽ പാപം നമ്മെ കണ്ടെത്തും. നാം ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, എൻ്റെ ദൈവമേ, മനുഷ്യരുടെ മുമ്പിലും എനിക്ക് സാക്ഷ്യം വേണം. മനുഷ്യരുടെ മുമ്പിലും എനിക്ക് കുറ്റമറ്റവനായി നിൽക്കണം. മനുഷ്യരുടെ മുമ്പിൽ നിരപവാദ്യനായി നിൽക്കണം. ഈ വാക്കുകൾ വേദപുസ്തക വാക്കുകളാണ്. തീമോത്തേയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ ആ വാക്യം കാണാം. അനിന്യനും നിരപവാദ്യനുമായിരിക്കാൻ അപ്പോസ്തലനായ പൗലോസ് യുവാക്കളെ പ്രബോധിപ്പിക്കുന്നു, തീമോത്തേയോസിനെ പ്രബോധിപ്പിക്കുന്നു. അനിന്യനായി നിൽക്കണം, നിരപവാദ്യനായി നിൽക്കണം. തീമോത്തേയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തീമോത്തേയോസിന് പറയും, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക എന്ന്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക എന്നാണ് തീമോത്തേയോസിനോട് അപ്പോസ്തലൻ കൽപ്പിക്കുന്നത്. അപ്പോസ്തലൻ തീത്തോസിനോട് പറയുമ്പോൾ ക്രേത്ത ദ്വീപിലെ, ഇന്നത്തെ ക്രീറ്റ് എന്ന് പറയുന്ന ഐലൻഡിലെ ബിഷപ്പായിരുന്ന തീത്തോസിനെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയും. 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നിന്നെ തന്നെ സകല സൽപ്രവൃത്തികൾക്കും മാതൃകയാക്കി കാണിക്കുക. വിരോധി നിന്നെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകല പ്രവൃത്തികൾക്കും നീ സന്മാതൃകയായിരിക്കുക. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. തീത്തോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 7-ാം വാക്യം അങ്ങനെയാണ്, വിരോധി നമ്മെക്കുറിച്ച് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. പാപം അത് മനുഷ്യൻ കാണെ, മനുഷ്യനറിയെ നമ്മുടെ ജീവിതത്തിൽ അത് ശിക്ഷയ്ക്ക് കാരണമാകുമെന്നറിഞ്ഞ് നാം മാതൃകയായിരിക്കുക, നാം സാക്ഷ്യമുള്ളവരായിരിക്കുക, നാം വിശ്വസ്തരായിരിക്കുക, നാം വിശുദ്ധരായിരിക്കുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യനും നമ്മെ കുറ്റം വിധിക്കാനിട വരരുത്. മനുഷ്യൻ നമ്മെ പരിഹസിക്കാനിട വരരുത്. മനുഷ്യൻ നമ്മെ ദൂഷിക്കാനിട വരരുത്.
നമ്മുടെ പാപം കണ്ടിട്ട് മനുഷ്യർ ദൈവനാമം ദുഷിക്കാൻ ഇടവരരുത്. ഇവനോ ദൈവവൈതല്, ഇവനോ രക്ഷിക്കപ്പെട്ട ദൈവവൈതല്, ഇവനോ മാനസാന്തരപ്പെട്ട ദൈവവൈതല്, ഇവളാണോ ആ വലിയ പ്രാർത്ഥനക്കാരി, ഇവളാണോ കൂട്ടായ്മയിൽ വരുന്നത് എന്നിങ്ങനെ ആരും നമ്മെ നോക്കി ദൈവത്തെ അവഹേളിക്കാൻ ഇടവരരുത്. പൈശാചികൻ നമ്മിൽ അവകാശം പറയാൻ ഇടവരരുത്. സാത്താൻ നമ്മെ കുറ്റം വിധിക്കാൻ ഇടവരരുത്. അപവാദി നമ്മെ കുറ്റം ചുമത്താൻ ഇടവരരുത്. നാം സെഖര്യാവിന്റെ പ്രവചനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ശ്രേഷ്ഠനായ യോശുവ, യഹോസാദാക്കിന്റെ മകനായ യോശുവ, മഹാപുരോഹിതനായ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിന്നപ്പോൾ യോശുവയെ കുറ്റം വിധിച്ചുകൊണ്ട് സാത്താൻ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് യഹോവ എനിക്ക് കാണിച്ചു തന്നു എന്ന് സെഖര്യാവ് ദർശനത്തിൽ കാണുന്നുണ്ട്. യോശുവ മഹാപുരോഹിതനാണ്. യോശുവ ജനത്തിന്റെ ബിഷപ്പാണ്, ആത്മീക മേലധ്യക്ഷനാണ്. അദ്ദേഹത്തിൽ കുറ്റം കണ്ടപ്പോൾ എന്താണ് കുറ്റം? പ്രകടമായ മഹാഭാവം ഒന്നുമല്ല. നാളുകൾ കൊണ്ട് വസ്ത്രം മുഷിഞ്ഞുപോയി. അഭിഷേക വസ്ത്രത്തിൽ മുഷിവ് പറ്റി. അനുഗ്രഹീതമായ ധന്യമായ ആ ജീവിതത്തിൽ ചില പാളിച്ചകൾ പറ്റി. യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. സാത്താൻ അപവാദി കുറ്റം ചുമത്തിക്കൊണ്ട് അരികെ നിൽക്കുന്നു. മനുഷ്യൻ തന്നെ കാണും, മനുഷ്യൻ തന്നെ കുറ്റം വിധിക്കും. സാത്താൻ അതിന് മനുഷ്യനെ പ്രേരിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ശാന്തമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് മനുഷ്യരുടെ മുമ്പിൽ എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇനിയും തിരുത്താനുണ്ടോ? രഹസ്യങ്ങൾ കാണുന്ന ദൈവത്തിന്റെ മുമ്പിൽ മാത്രമല്ല, മനുഷ്യരുടെ മുമ്പിൽ എനിക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ മനുഷ്യന് എന്നെക്കുറിച്ച് അപവാദം പറയാനുള്ള എന്തെങ്കിലും വിഷയമുണ്ടോ? ചിന്തിക്കൂ, ആലോചിച്ച് നോക്കൂ. അപ്പോൾ കാണാം പലതും നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന്. നമ്മുടെ വാക്കുകൾ ചൊവ്വുള്ളതാണോ? നേരോടെ നാം സംസാരിക്കുന്നോ? സത്യസന്ധമായി നാം സംസാരിക്കുന്നോ? നുണയും സൂത്രവും കൗശലവും ഉപായവും തന്ത്രവും എല്ലാം നമ്മുടെ വാക്കുകളിൽ പതിയിരിക്കുന്നുണ്ടോ? നാം തൽക്കാലത്തെ ലാഭത്തിന് വേണ്ടി നുണ പറയാനും വഞ്ചന ഉപയോഗിക്കുവാനും മനസ്സുള്ളവരായി തീരുന്നുണ്ടോ? അല്പനേരത്തെ സുഖത്തിന് വേണ്ടി, അല്പസമയത്തെ കാര്യത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി, സൗകര്യത്തിന് വേണ്ടി നാം എന്തെങ്കിലും വലിയ തിന്മയിലേക്ക് പോകുവാൻ ഉതകുന്നതായ മഹാവലിയ ദോഷങ്ങളിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ടോ? നമ്മുടെ വാക്കുകൾ നിയന്ത്രിക്കുന്നുണ്ടോ? നമ്മുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നുണ്ടോ? മനുഷ്യൻ നമ്മിൽ കുറ്റം പറയുവാനിടയുള്ളത് എന്തെങ്കിലും ഉണ്ടോ? രഹസ്യങ്ങൾ നോക്കുന്ന ദൈവം കുറ്റം കാണുന്നത് മാത്രമല്ല, നമ്മിൽ കുറ്റമുണ്ടോ എന്ന് നോക്കുന്ന പിശാച് കാണുവാനുള്ള എന്തെങ്കിലും തെറ്റുകൾ നമുക്കുണ്ടോ? മാതൃകയായിരിക്കുക, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക, കുടുംബത്തിൽ മാതൃകയായിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറയും, എനിക്ക് മനുഷ്യരോടും ദൈവത്തോടും കുറ്റമില്ലാത്ത മനസാക്ഷിയുള്ളവനായിരിക്കാൻ ഞാൻ ആശിക്കുന്നു. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി. ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തീരുമാനിക്കൂ, കർത്താവേ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷിയുള്ളവനായിരിക്കാൻ ഞാനിതാ ഒരു പുതിയ തീരുമാനമെടുക്കുന്നു. ദൈവസന്നിധിയിൽ പാപം വിട്ടകന്ന് നിൽപ്പാൻ ഞാനിതാ ഒരു പുതിയ തീരുമാനമെടുക്കുന്നു. ഒരണുവിൽ പോലും തെറ്റുപറ്റാതെ നിൽക്കുവാൻ ഞാനിതാ ഒരു തീരുമാനമെടുക്കുന്നു. 10 പൈസയിൽ പോലും ക്രമക്കേട് വരാതെ നിൽക്കാൻ ഞാനിതാ ഒരു തീരുമാനമെടുക്കുന്നു. ഒരക്ഷരത്തിൽ പോലും തെറ്റാതിരിക്കാൻ ഞാനിതാ ഒരു തീരുമാനമെടുക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ എന്നിൽ കുറ്റമുണ്ടോ എന്ന് നോക്കുന്ന പൈശാചികൻ നോക്കുമ്പോൾ പോലും തെറ്റ് കാണാതിരിക്കാൻ ഞാനിതാ ഒരു പുതിയ ചുവട് വയ്ക്കുന്നു, പുതിയ തീരുമാനമെടുക്കുന്നു. ഞാനിതാ എന്നെ തന്നെ അവിടുത്തെ ക്രൂശൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ക്രൂശിലെ മാതൃക, ക്രൂശിലെ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക, ക്രൂശിലെ നിഷ്കളങ്കതയുടെ മാതൃക, യേശുക്രിസ്തു കാണിച്ചു തന്ന വിശുദ്ധിയുടെ മാതൃക, യേശുക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിന്റെ മാതൃക, യേശുക്രിസ്തു കാണിച്ചു തന്ന ആ പരിപൂർണമായ പരിപാവനമായ ആ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അത്യുന്നതമായ മാതൃക, അത് കൈമുതലാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുക്രിസ്തുവിന്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായിപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ പ്രിയരെ, ഇപ്പോൾ കുരിശിന്റെ ചുവട്ടിലേക്ക് നിങ്ങൾ തന്നെ സമർപ്പിക്കുവീൻ. ക്രിസ്തുവിനോട് നിങ്ങൾ വാക്ക് പറയുവീൻ. കർത്താവേ, ഇത്രയും കാലം പൈശാചികൻ എന്നിൽ അവകാശം പറഞ്ഞുകൊണ്ടിരുന്നു, സാത്താൻ എന്നിൽ അവകാശം പറഞ്ഞുകൊണ്ടിരുന്നു, മനുഷ്യനും എൻ്റെ തെറ്റുകൾ കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ കർത്താവേ, എന്നാൽ ഞാൻ മനുഷ്യരെ മറയ്ക്കാൻ നോക്കി, സാത്താൻ എന്നിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു, മനുഷ്യൻ എനിക്ക് ചില കാലം ഒളിക്കാൻ സാധിച്ചു. എങ്കിലും എൻ്റെ കർത്താവേ, മാനുഷിക നിയമങ്ങൾ തന്നെ എന്നെ തേടി വരുന്നുണ്ട്. തെറ്റുകൾ എൻ്റെ പിന്നാലെ എന്നെ വേട്ടയാടി പിടിക്കാൻ വരുന്നുണ്ട്. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ
വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. നാഥ, എൻ്റെ ജീവിതം ഏറ്റവും സംശുദ്ധമായ ഒരു നല്ല മാതൃകയായി ഞാനിതാ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഇനി മുതലുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ, ഇനി മുതൽ എൻ്റെ മൂക്കിൽ ജീവശ്വാസമുള്ള കാലത്തോളം ഒരു പുതിയ മനുഷ്യനായി, മാതൃകാ പുരുഷനായി, ഒരു വിശുദ്ധ പുരുഷനായി നിൽക്കുന്നതിന് ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാസ്നേഹമായ നിത്യപരിശുദ്ധനായ ദൈവമേ, ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ തീരുമാനമെടുത്ത ഓരോരുത്തരെയും അവിടുന്ന് വാഴ്ത്തണമേ. തീരുമാനമെടുത്തവരുടെ ശിരസിന്മേൽ അവിടുത്തെ ആണിപ്പാടൽ കരം വയ്ക്കണമേ. നാഥ, അവിടുത്തെ സ്നേഹം നിറഞ്ഞായ കരം കൊണ്ട് തലോടി മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. സാക്ഷാലുള്ള സമാധാനവും നിത്യശാന്തിയും കൊണ്ട് ഉള്ളങ്ങളെ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ നൽകിയ ഈ തീരുമാനം നിലനിൽക്കുന്നുള്ള കൃപ ഓരോരുത്തർക്കും നൽകണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ. മനോഭീതിയിലും ഭാരത്തിലും ഇരിക്കുന്നവരെ താങ്ങണമേ. എല്ലാ നന്മകളാലും എല്ലാവരെയും അലങ്കരിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ.